ഹലോ മക്കളെ, സി യു ടിയുടെ ജനറൽ ടെസ്റ്റിന്റെ സിലബസിന്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സി യു ടി എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് NTA ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അതിൽ വരുന്നത്, ആ ടോപ്പിക്സിൽ ഓരോന്നിനും എത്ര മാർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ മക്കളെ, ലാസ്റ്റത്തെ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് നോക്കി പോകേണ്ടത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം നീതി ആയോഗ്, അതുപോലെ തന്നെ IMF, വേൾഡ് ബാങ്ക്, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ നടക്കാറുണ്ട്. അതിൽ CEO ആയിട്ടും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നിയമനങ്ങൾ നടക്കാറുണ്ട്. അവരുടെ പേരുകൾ ചോദിക്കാറുണ്ട് എക്സാമിന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒബിച്വറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണങ്ങൾ. ഇപ്പോൾ അടുത്തിടെ നമ്മളുടെ ഗ്രീൻ റവല്യൂഷന്റെ ഉപജ്ഞാതാവായിട്ടുള്ള MS സ്വാമിനാഥൻ, അദ്ദേഹം അന്തരിച്ചിരുന്നു. അപ്പൊ അതുപോലത്തേക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ മരണങ്ങള്, അവര് ഏത് മേഖലയിലായിരുന്നു പ്രാധാന്യം നേടിയത്, അതുപോലെ തന്നെ അവരെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അവാർഡ്സ്. നമ്മളുടെ ഇന്ത്യയിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ നമുക്കറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠ അവാർഡ്, അതുപോലെ ഭാരതരത്ന അവാർഡ് ഉൾപ്പെടെയുള്ള പല അവാർഡുകളും നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആർക്കാണ് കിട്ടിയത്, അത് ഏത് മേഖലയ്ക്കാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തത്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇഷ്യൂ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട സ്കീമുകൾ, ഒരുപാട് സ്കീമുകൾ ഗവൺമെന്റ് ഓരോ മേഖലയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും കൊണ്ടുവരാറുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പല സ്കീമുകൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്കീമുകളുടെ പേര്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു പോകണം. അടുത്തതായിട്ട് പ്രധാനമായിട്ട് നാഷണൽ ലെവലിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലും നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അത്തരം മേഖലകളൊക്കെ ഒന്ന് വായിച്ചു പോവുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും. അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ ജനറൽ നോളേജ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരുന്നുണ്ട്. ജനറൽ നോളേജിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ അങ്ങനെ ഉണ്ട് അല്ലെ. അതിൽ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, വാർ ഓഫ് 1857, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേര് തന്നിട്ട് അത് ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഓരോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും ഏത് ആനിമലിനെയാണ് അവിടെ പ്രിസർവ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വരുന്നത് ഇന്ത്യൻ പൊളിറ്റി. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. അതില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ്, അതുപോലെ തന്നെ അതിലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ്, ഓരോ ആർട്ടിക്കിൾസും എന്തെല്ലാമാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് എന്ന് പറയും, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിൽ ചില പ്രധാന സ്കീമുകളൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മുടെ ബഡ്ജറ്റിൽ റിലീസ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ജനറൽ സയൻസ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ സയൻസ് എന്ന് ചോദിക്കാറുള്ളൂ. ഒരുപാട് അഡ്വാൻസ് ലെവലിൽ ജനറൽ ടെസ്റ്റിൽ ചോദിക്കാറില്ല. ഓക്കെ, അത്രയും ഭാഗമാണ് നമുക്ക് ഒരു GK ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം മെന്റൽ എബിലിറ്റി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ഈ ഒരു ഭാഗത്തു നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇതിൽ പറയുന്നത് 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉണ്ടാവുക എന്നാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നമുക്ക് ലോജിക്കലി തന്നെ ഒരുവിധം മാത്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റീസണിങ് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചോദിക്കാറുള്ളൂ. കുറച്ച് നല്ലോണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടോപ്പിക്സ് ഒന്ന് നോക്കാം. സീരീസ് കംപ്ലീഷൻ, അനലോഗി, കോഡിംഗ്, ഡീകോഡിംഗ്,
ബ്ലഡ് റിലേഷൻ, പസിൽ ടെസ്റ്റ്, ഇങ്ങനെ വളരെ ബ്രീഫ് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് വരുന്നത്. സീരീസ് കംപ്ലീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരു സീരീസ് തരും, ആ സീരീസിലത്തെ ഓരോ എലമെന്റുകളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും, അത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ അനലോഗിയിൽ നിന്നും ഒരു 1 to 2 ക്വസ്റ്റ്യൻസ്, കോഡിംഗ് ഡീകോഡിംഗിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പല എക്സാമുകൾക്കും ബ്ലഡ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ തന്നെ പസിൽ ടെസ്റ്റ്, പിന്നെ ഡയറക്ഷൻ ടെസ്റ്റ്. ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്കറിയാം, ഒരാള് 20 മീറ്റേഴ്സ് എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരാൾ 20 മീറ്റർ കിഴക്കോട്ട് നടന്നു, അവിടെ നിന്ന് അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞു, എന്നിട്ട് 10 മീറ്റർ ഇടത്തോട്ട് നടന്നു. ഇനി ഇപ്പൊ അയാൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എളുപ്പം നടക്കുന്ന കാര്യമാണ്, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 മാർക്ക് അതിന് 1 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വെൻ ഡയഗ്രാം കേട്ടിട്ടുള്ളതായിരിക്കും റിലേഷൻഷിപ്പ് വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്പർ റാങ്കിങ്, ലോജിക്കൽ സീക്വൻസ്, സീരീസ്, ലോജിക്കൽ. ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് റീസണിങ്ങിന്റെ പോർഷനിൽ നിന്ന് വരുന്നത്. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി നോക്കാം. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. പക്ഷെ ഹയർ ലെവൽ ഒന്നും അല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 10th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് വരാറുള്ളൂ. 10th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സും കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ വരാറുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നും, 20 ക്വസ്റ്റ്യൻ റീസണിംഗ് എന്നും, 20 ക്വസ്റ്റ്യൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നും, ഇങ്ങനെ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ ടെസ്റ്റ് പേപ്പറിന് ചോദിക്കാറുള്ളത്. അപ്പോൾ മാത്സിന്റെ ഭാഗത്ത് നിന്ന്, അതായത് QAയുടെ ഭാഗത്ത് നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറുപ്പം തൊട്ടേ 5ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ്സിലൊക്കെ തൊട്ട് പഠിക്കുന്ന ഭാഗമാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ സീരീസ്, HCF ആൻഡ് LCM, നമ്മൾ ലസാഗു അല്ലെങ്കിൽ ഉസാഗ എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് HCF ആൻഡ് LCM, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് വരുന്നത് സിമ്പിൾ ആൻഡ് ഡെസിമൽ ഫ്രാക്ഷൻ, ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു പോർഷൻ. പിന്നീട് സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട്, അതുപോലെ തന്നെ ഇൻഡിസസ് ആൻഡ് സേർഡ്സ്, സിംപ്ലിഫിക്കേഷനും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആവറേജ് എന്ന് വെച്ചാൽ ശരാശരി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, വിസ്റ്റർ ആൻഡ് ഡെലിഗേഷൻ, പാർട്ട്ണർഷിപ്പ്, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ്, വർക്ക് ആൻഡ് ടൈം, വർക്ക്സ് ആൻഡ് വേജസ്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ട്രെയിൻ. ഇത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ്, സ്പീഡ്, ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ബോട്ട്സ് ആൻഡ് സ്ട്രീം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഏരിയ ആൻഡ് പെരിമീറ്റർ, വോളിയം ആൻഡ് സർഫേസ് ഏരിയ, ജോമെട്രി, ഡാറ്റ ടേബിൾ, പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്. അപ്പോൾ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് സിമ്പിൾ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അതാണ് ഏതാണ്ട് ഒരു 30 ടോപ്പിക്സ് വരുന്നത്. വളരെ ഈസിയാണ്. ഇതിൽ ഈ വോളിയം ആൻഡ് സർഫേസ് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതാണ് സിലിണ്ടറിന്റെ, ഹെമിസ്ഫിയറിന്റെ, സ്ഫിയറിന്റെ വോളിയം, അങ്ങനെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏരിയ ആൻഡ് പെരിമീറ്റർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും ഒക്കെ നമ്മൾ ഏരിയ, അതിന്റെ പെരിമീറ്റർ, അതിനുള്ള ഇക്വേഷനുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൈം, വർക്ക് ആൻഡ് വേജസ്, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ ഇവിടെ വരുന്നത് ഈ ഭാഗമാണ്. പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഞാൻ ഈ ജനറൽ ടെസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെർസെൻറ്റേജ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കാരണം ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിന് പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ടും, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുന്നത് കൊണ്ട് ഒരു 30 ടോപ്പിക്സ് വന്നതാണ്. എല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് വേണം. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. 60 ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് 50 ക്വസ്റ്റ്യൻ എഴുതാനാണ് പറയുന്നത്. 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓവറായിട്ട് എടുക്കാം. ഇതിന് നല്ലൊരു സ്കോർ നേടാനുള്ള ഒരു അവസരമാണ്. കാരണം കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, പഠിക്കാനുള്ളത് വളരെ കുറവാണ്. ഉള്ളത് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ CUET-യുടെ ജനറൽ ടെസ്റ്റ് പേപ്പറിന്റെ സിലബസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങുക. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങുക. മെയ് മാസത്തിൽ നിങ്ങളുടെ എക്സാം ഉണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് പറ്റട്ടെ. താങ്ക് യു.